തിരികെ വീട്ടിലെത്തിയിട്ട് അവളെ വിളിക്കണമെന്ന് തന്നെ അവൻ കരുതി. എന്നാൽ പുറത്തിറങ്ങിയ ഉടനെ അഭിനവന്റെ കണ്ണുകൾ എതിർവശത്തൊരു കാറിൽ പതിഞ്ഞു. അഭിക്ക് ആ കാർ അനന്യയുടെ കാറ് പോലെ തോന്നി. അനന്യ എന്തായിരിക്കും ഇവിടേക്ക് വന്നതെന്ന് അഭിനവ് ചിന്തിച്ചു. എന്നാൽ അഭിനവിന് ഉത്തരം കിട്ടിയില്ല. ലേലം നടക്കുന്ന ഹാളിന്റെ പുറത്തേക്ക് എത്തിയപ്പോഴാണ് അനന്യയുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിലാണെന്ന് അവന് മനസ്സിലായത്. എന്താ സാർ, എന്തു പറ്റി? അവിടേക്ക് നോക്കി ചിന്തിച്ചു നിൽക്കുന്ന അഭിയോട് സതീഷ് ചോദിച്ചു. എന്നാൽ അഭി അവൻ ചോദിക്കുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ നോട്ടം അപ്പോഴും ആ കാറിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് അഭിനവ് അനന്യയും റോഷ്നിയും ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടത്. ഉടനെ തന്നെ അഭി സതീഷിനെ തന്റെ അരികിലേക്ക് വിളിച്ചു. നിങ്ങൾ പോയിക്കോളൂ, തൽക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്, അഭി പറഞ്ഞു. പിന്നെ പോക്കറ്റിൽ കൈയിട്ട് കാറിന്റെ താക്കോലെടുത്ത് സതീഷിന് നൽകി. ഈ നെക്ലേസ് കാറിൽ തന്നെ വെച്ചാൽ മതി. കാറ് വിക്രമന്റെ കമ്പനിയുടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഞാൻ വന്നിട്ട് എടുത്തോളാം, അഭി പറഞ്ഞു. സതീഷ് ഒരു വിശ്വസ്തനാണെന്ന് ഇതിനകം തന്നെ അഭിക്ക് മനസ്സിലായിരുന്നു. മാത്രവുമല്ല, എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൂടുതൽ സംശയമൊന്നും ചോദിക്കാതെ തന്നെ അവൻ അത് ചെയ്തു തരും. അതുകൊണ്ടാണ് ധൈര്യമായി അവനെ എല്ലാം ഏൽപ്പിച്ച് അഭി അവിടെ നിന്ന് പോകാമെന്ന് കരുതിയത്. മോളൂസേ, ദാ നിന്റെ കെട്ടിയോൻ വരുന്നു, റോഷ്നി അനന്യയോട് പറഞ്ഞു. അത് കേട്ടതും അനന്യയുടെ നെറ്റി ചുളിഞ്ഞു. റോഷ്നി അങ്ങനെ പറഞ്ഞത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ അഭിനവ് എതിർവശത്തു നിന്ന് നടന്നു വരുന്നത് കണ്ടു. അതോടെ അവളുടെ മുഖത്ത് നിരാശ പടർന്നു. അവൻ നടന്ന് അനന്യയുടെ അരികിലേക്ക് വന്നു. താനെന്താ അഭി ഇവിടെ? റോഷ്നി ചോദിച്ചു. അഭിയുടെ കണ്ണുകൾ അപ്പോഴും അനന്യയിൽ തന്നെയായിരുന്നു. അവൾ ധരിച്ചിരുന്ന ഫോർമൽസ് അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് അവന് തോന്നി. ഹലോ, ഇത് ഏത് ലോകത്താണ്? ചോദിച്ചത് കേട്ടില്ലേ? റോഷ്നി വീണ്ടും ചോദിച്ചു. അതോ ഞാനിവിടെ കഴിക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. ഇനിയിപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിക്കാലോ എന്ന് വിചാരിച്ചു, അഭി പറഞ്ഞു. അത് കേട്ടതും അനന്യയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ കാറിൽ ലിഫ്റ്റ് കിട്ടിയിട്ട് താൻ ഇന്ന് പോയത് തന്നെ. അവൾ അതും പറഞ്ഞ് അവനെ ശ്രദ്ധിക്കാതെ തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. റോഷ്നിയും അഭിനവും അവളുടെ പിന്നാലെ പോയി. അനന്യ തൻ്റെ കാറിൻ്റെ വാതിൽ തുറന്നതും റോഷ്നി അവളെ തടഞ്ഞു. എടി, നീ എന്തൊക്കെയായി ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിലും അവൻ നിന്റെ ഭർത്താവല്ലേ? റോഷ്നി ചോദിച്ചു. ഭർത്താവ്? റോഷ്നി, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ കാറിൽ കയറി വാതിലടച്ചു. റോഷ്നി അപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതോടെ അനന്യ റോഷ്നിയെ ദേഷ്യത്തിൽ നോക്കി. എടി, നീ വരുന്നുണ്ടോ? അനന്യ ചോദിച്ചു. ഇല്ല, ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ. അഭയെ നടുറൂട്ടിൽ തനിച്ചാക്കി പോവാൻ നിന്റെ അത്ര കടുപ്പൊന്നും എൻ്റെ മനസ്സിനില്ല. റോഷ്നിയുടെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടതും അനന്യ ദേഷ്യത്തിൽ അവളെ നോക്കി. നോക്ക് പെണ്ണെ, നീ വെറുതെ കളിക്കാൻ നിൽക്കണ്ട. എടുത്തോണ്ട് പോയി വീട്ടിലാക്കാൻ അവനെന്താ കൊച്ചു കുട്ടിയാണോ? വല്ല ടാക്സിയും പിടിച്ചു പോട്ടെ. നീ വേണേ വന്ന് കയറിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എൻ്റെ പാട്ടിന് പോകും. രാത്രി ആവാറായി. പിന്നെ നിന്നെ റോഡിൽ തനിച്ചാക്കി പോയി എന്ന് പറയരുത്, അനന്യ പറഞ്ഞു. ഇത്രയ്ക്ക് ധൃതിയാണെ നീ അങ്ങ് പോയിക്കോ. ടാക്സി വിളിച്ചു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവുമല്ലോ അവൻ നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ടാവുക. നിനക്കവനെ കൂടെ കൂട്ടാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം, റോഷ്നി പറഞ്ഞു. ഇത് കേട്ടതും അനന്യയ്ക്ക് ദേഷ്യം വർദ്ധിച്ചു. റോഷ്നിയുടെ സ്വഭാവം അനന്യയ്ക്ക് നന്നായി അറിയാം. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ റോഷ്നി അതിൽ നിന്നും പിന്നിലേക്ക് പോയ ചരിത്രമില്ല. അവനവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവൾ കൊണ്ടുപോയിരിക്കും. അത് കേട്ടപ്പോൾ അനന്യയുടെ മനസ്സ് ഒന്ന് അസ്വസ്ഥമായി. എന്തിന്റെ പേരിലായാലും റോഷ്നിയും അഭിനവും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ തൽക്കാലത്തേക്ക് തന്റെ വാശി കളയാൻ തീരുമാനിച്ചു. എന്നിട്ട് കാറിന്റെ ഡോർ തുറന്ന് അവൾ പറഞ്ഞു, ആരെയെന്ന് വെച്ചാൽ വിളിച്ചിട്ട് കയറുന്നുണ്ടെങ്കിൽ കയറ്, വേഗം ആവട്ടെ. ഇത് കേട്ടതും അഭിനവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവൻ ഉടനെ കാറിൽ കയറി. താങ്ക് യു സോ മച്ച് അനന്യ, നീ എന്റെ മാനം രക്ഷിച്ചു. എന്റെ കയ്യിൽ ആകെ 500 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പം നീ ലിഫ്റ്റ് തന്നില്ലായിരുന്നെങ്കിൽ ആ പൈസയ്ക്ക് എനിക്ക് ടാക്സി വിളിക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും നീ ചെയ്തത് വലിയൊരു ഉപകാരമായി, അഭി പറഞ്ഞു. അഭിനവന്റെ ഈ വാക്ക് കേട്ട് അനന്യയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു. അവളുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ തന്റെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ട് അവൾക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അഭി നല്ല മനുഷ്യനാണെന്ന്. ഇക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും തുറന്നു പറയോ? നിഷ്കളങ്കനായ ഒരാളാണ് അഭി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിനക്ക് ചേരുന്ന ആള് തന്നെയാ. റോഷ്നി അനന്യയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. മാഡം പുകഴ്ത്തി കഴിഞ്ഞെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് പോകായിരുന്നു, അനന്യ പുച്ഛത്തോടെ റോഷ്നിയോട് പറഞ്ഞു. ഇത് കേട്ട് അവൾ കൂടുതൽ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. പിന്നെയും അവളുടെ കണ്ണുകൾ അഭിനവന്റെ മേല് പതിഞ്ഞു. അപ്പോഴാണ് അവൾ അഭിനവന്റെ സ്യൂട്ട് ശ്രദ്ധിക്കുന്നത്. ഇത് ഏക്കർ ബ്രാൻഡ് ആണല്ലേ? ഇത് കേട്ടപ്പോൾ അനന്യയും അഭിനവന്റെ സൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇത്രയും നേരം അവൾ വിചാരിച്ചിരുന്നത് അവൾ വാങ്ങി നൽകിയ സ്യൂട്ടാണ് അഭി ധരിച്ചിരിക്കുന്നതെന്നായിരുന്നു.
എന്നാൽ അത് അത്ര വലിയ ബ്രാൻഡൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ റോഷ്നി പറഞ്ഞപ്പോഴാണ് അവൾ അക്കാര്യം ശ്രദ്ധിക്കുന്നത്. ഏക്കെ അവൾ തന്റെ സംശയം മാറാനായി സ്യൂട്ടിലേക്ക് ഒന്നുകൂടി നോക്കി. ആഹാ, നീ AK സ്യൂട്ടൊക്കെ ഇടുവല്ലേ? ഞാൻ വിചാരിച്ചത് ഞാൻ നിനക്ക് തന്ന സ്യൂട്ടാണെന്നാണ്. ഇത്രയും വിലയേറിയ സ്യൂട്ട് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അനന്യ അവനെ ചോദ്യം ചെയ്തതുപോലെ ചോദിച്ചു. അതോ, വിക്രം സാർ എനിക്ക് അഡ്വാൻസ് സാലറി തന്നിരുന്നു. അത് കിട്ടിയപ്പോ എനിക്കൊരു സ്യൂട്ട് വാങ്ങണം തോന്നി, അബി പറഞ്ഞു. അത് കേട്ടതും അനന്യയുടെ നെറ്റി ചുളിഞ്ഞു. ഇക്കാലത്തും അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ തരുന്ന ആ കമ്പനി ഏതാ? നീ SRO എന്റർപ്രൈസിലെ സ്റ്റാഫ് തന്നെയാണോ? അനന്യ ചോദിച്ചു. അത് കേട്ടപ്പോൾ അഭിനവ് പുഞ്ചിരിച്ചു. അത് പിന്നെ വിക്രം സാറിന് എന്റെ ജോലി ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത വർക്കിൽ സാർ ഇംപ്രസ്ഡായി എന്നെനിക്ക് മനസ്സിലായി. ആ ചാൻസ് നഷ്ടപ്പെടുത്താതെ ഞാൻ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചതാണ്. അദ്ദേഹം അതിന് സമ്മതിച്ചു. എനിക്ക് കുറച്ച് പണം തന്നു. അത് വെച്ച് ഞാനൊരു സ്യൂട്ട് വാങ്ങി. ഒന്നുമില്ലേലും ഇത്രയും ഗ്ലാമറുള്ള നിങ്ങളുടെ ഒക്കെ ഒപ്പം പിടിച്ചു നിൽക്കാൻ ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇടണ്ടേ? അഭിനവ് അനന്യയെ രസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അനന്യ അതൊന്നും കേൾക്കുന്നതായി പോലും ഭാവിച്ചില്ല. പക്ഷെ റോഷ്നി അഭിനയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അഭിനവ്, നീ സ്യൂട്ട് ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ വേഷത്തിൽ പോലും നീ സുന്ദരൻ തന്നെയാ. യു ആർ സോ ഹോട്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് റോഷ്നി അനന്യയെ ഇടം കണ്ണിട്ട് നോക്കി. അനന്യ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. പക്ഷേ അവളുടെ ശ്രദ്ധ മുഴുവൻ റോഷ്നി പറഞ്ഞതിലായിരുന്നു. റോഷ്നി എന്തിനാണ് അഭിനവിനെ ഇത്രത്തോളം പുകഴ്ത്തുന്നതെന്ന് അനന്യയ്ക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. റോഷ്നി ഉറപ്പായിട്ടും അഭിനവിനെ അനാവശ്യമായി സ്പേസ് നൽകുന്നുണ്ട്. റോഷ്നിയെക്കുറിച്ച് അനന്യയ്ക്ക് നന്നായിട്ടറിയാം. ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവൾ വളരെ ശ്രദ്ധാലുവാണ്. സ്റ്റാറ്റസിന് ചേരാത്തവരുമായി അവൾ യാതൊരു ബന്ധവും ഉണ്ടാക്കാറില്ല. എന്നിട്ട് ഒന്നുമല്ലാത്ത അബിയോട് അവൾ എന്തിനാണ് ഇത്രയും താല്പര്യം കാണിക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു. അവളുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. ഡ്രൈവിങ്ങിലുള്ള അവളുടെ ശ്രദ്ധ മാറി. അനന്യ, നീ എന്താ ഈ കാണിക്കുന്നത്? പെട്ടെന്ന് റോഷ്നി അലറിക്കൊണ്ട് പറയുന്നത് കേട്ടിട്ടാണ് അവൾ ചുറ്റിനു നോക്കുന്നത്. ഇപ്പോൾ കാറുമായി അനന്യ പോകുന്നത് ഓഫ് സൈഡിലൂടെയാണ്. പെട്ടെന്നാണ് അവർക്ക് തൊട്ടു മുന്നിലേക്ക് ഒരു വലിയ കാറ് വരുന്നത് അവർ കണ്ടത്. എന്തായാലും ആ കാറിലിടിച്ച് തന്റെ വണ്ടി തകർന്ന് തരിപ്പണമാകുമോ എന്ന് അനന്യ ചിന്തിച്ചു. പക്ഷെ ദൈവാധീനം കൊണ്ട് എങ്ങനെയൊക്കെ അവൾ ബ്രേക്കിട്ട് മറ്റേ കാറിന്റെ തൊട്ടു മുന്നിൽ കൊണ്ടുപോയി തന്റെ വണ്ടി നിർത്തി. മുന്നിലുള്ള കാറും അനന്യയുടെ കാറും തമ്മിൽ വളരെ കുറച്ച് അകലമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആക്സിഡന്റ് പ്രതീക്ഷിച്ച അനന്യ ഒന്നും നടന്നില്ല എന്ന് കണ്ട് സമാധാനത്തോടൊന്ന് ശ്വാസം വലിച്ചു. അപ്പോഴേക്കും മുന്നിലെ കാറിന്റെ ഡോറ് തുറന്ന് ചിലർ അതിൽ നിന്നിറങ്ങി അനന്യയുടെ കാറിന് മുന്നിൽ തടസ്സം പോലെ വന്നു നിന്നു. അത് കണ്ടപ്പോൾ ദേഷ്യം തോന്നി അവൾ വിൻഡോസ് ഗ്ലാസ് താഴ്ത്തി അവരെ നോക്കി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ എന്റെ കാറിന് മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അനന്യ അവരെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചു. എന്നാൽ അവരാരും ഒന്നും പറഞ്ഞില്ല. എന്നാൽ റോഷ്നി അപ്പോഴേക്കും പരിഭ്രമത്തോടെ അനന്യയെ തട്ടി പിടിച്ചു. അതിൽ ആ നടുക്ക് നിൽക്കുന്നവന്റെ പേര് നിശാന്ത് എന്നാണ്. ഇവന്മാരൊക്കെ ആ ഡേവിഡ് തരകന്റെ ആൾക്കാരാണ്. റോഷ്നി പറഞ്ഞു. ഇവന്മാരാരായാലും എനിക്കെന്തു കുന്തവാ? എന്തിനാ എന്റെ കാറിന് മുന്നിൽ കയറി നിൽക്കുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അനന്യ ദേഷ്യത്തിൽ ചോദിച്ചു. അനന്യ, നമ്മളാണ് റോങ് സൈഡിൽ നിൽക്കുന്നത്. ഒന്നും മിണ്ടണ്ട, നമുക്ക് പെട്ടെന്ന് പോകാം, വണ്ടിയെടുക്ക്, റോഷ്നി പറഞ്ഞു. ഈ സമയത്ത് അബി റോഷ്നി പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു. ഡേവിഡ് തരകന്റെ ആളുകളുടെ പേരൊക്കെ എങ്ങനെയാണ് റോഷ്നിക്ക് അറിയാവുന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. തരകൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. എല്ലാവർക്കും തരകനെ അറിയാം. എന്നാൽ റോഷ്നിയെ പോലെ ഒരാൾക്ക് ഡേവിഡ് തരകന്റെ ആളുകളെ പരിചയം ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല എന്ന് അവൻ ചിന്തിച്ചു. അതോടൊപ്പം എന്തോ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഡേവിഡ് തരകന്റെ ആളുകൾ തങ്ങളുടെ കാറിന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അഭിനവിന് മനസ്സിലായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അഭിനവ് കാറിൽ നിന്നിറങ്ങി അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അബി അവരെ എതിർത്തെന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഒരു വഴക്കുണ്ടാകും. ഇത്രയും പേരെ ഒറ്റയ്ക്ക് അവനൊന്നും ചെയ്യാൻ കഴിയില്ല. റോഷ്നി ഭീതിയോടെ ഓർത്തു. അവൾ അബിയെ തടഞ്ഞു. അബി, നീ എന്തിനാ അനാവശ്യ കാര്യങ്ങളിലല്ല ഇടപെടുന്നത്? അവന്മാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടങ്ങ് പൊയ്ക്കോളും, നീ വണ്ടി കയറ്, റോഷ്നി അബിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞങ്ങളുടെ പ്രിൻസ് മരിച്ചു. അല്ല, ആരോ അവനെ കൊന്നു. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.